അതെ, മുമ്പുറത്ത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഔലിയാക്കളുടെ മക്ബറ അവിടെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകൽ സുന്നത്താണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അത് ആർക്ക് പോകാം, ആണിനും പോകാം പെണ്ണിനും പോകാം. പെണ്ണിന് എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ള വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, എന്തുകൊണ്ട് അവിടെ തന്നെ പോകണം, നമ്മൾ വീട്ടിലിരുന്ന് ദുആ ചെയ്താൽ പോരെ എന്നൊരു സംശയം വരും. അതിനും കാരണമുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ആലിമ്രാനിൽ കാണാം, മറിയം ബീവിയോട് ചോദിച്ചു, അന്നാലേക്ക് ഹാദ, എവിടുന്നാ ഈ പറയപ്പെട്ട വിഭവങ്ങളൊക്കെ കിട്ടിയത്? ഹുവമിൻ ഇൻദില്ല, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണെന്ന് പറഞ്ഞു. ആ അസമയത്ത് കിട്ടുന്ന വിഭവം പഴങ്ങളും വർഗ്ഗങ്ങളും കണ്ടപ്പോ അപ്പൊ ഹുനാലിക ദഅ സക്കരിയ, ഹുനാലിക അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്. എന്താ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ സക്കരിയ നബിക്ക് വീട്ടിലേക്ക് പോയാൽ മതിയല്ലേ? അവിടെ തഫ്സീർ വിശദീകരിച്ചിട്ടുണ്ട്. ആ സ്ഥലം അതൊരു കറാമത്തിന്റെ ഒരു മക്കാനായതുകൊണ്ട്, അല്ലെങ്കിൽ മോചിതത്തിന്റെ മക്കാം എന്ന് തന്നെ പറയാലോ. അപ്പോൾ ആ മക്കാനിനുള്ള ഖുസൂസിയത്ത് പ്രത്യേകത മാനിച്ചുകൊണ്ട് അവിടെ നിന്നു എന്നതുപോലെ ഇവരുടെ ഹലറത്തിലേക്ക്, ഇവരുടെ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ ആദരിക്കലും ബഹുമാനിക്കുക എന്ന ആ ഒരു അടുപ്പം, ആ അടുപ്പത്തിന്റെ പ്രത്യേകത മാനിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ദുആ ചെയ്യുന്നത് എന്നർത്ഥം. അതിനൊക്കെ ലക്ഷ്യങ്ങളും രേഖകളും ഖുർആനികമായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതാണ്. അപ്പൊ അവിടെ പോകണം എന്നുള്ള ഒരു നിയ്യത്ത് വെച്ചാൽ നമുക്ക് അവിടെ പോവാം. അല്ല, ഇനി നേർച്ചയായി കഴിഞ്ഞാൽ അവിടെ പോവാം. അപ്പൊ മമ്പറത്തൊക്കെ പോകണം നേർച്ചയായി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മള് ഏറുപടി പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവിടെ പോകാന്നുള്ള നേർച്ചയ്ക്ക് അവിടെ തന്നെ പോവുക. ആ പോക്കാണ് ഏത്, നമ്മൾ സിയാറത്തിന് പോകുന്നുള്ള പോക്കാണത്. അതേ സമയത്ത് പള്ളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പള്ളിക്കും ഒരേ സ്ഥാനമാണ്, 3 പള്ളിക്കൊഴികെ. അതാണ് ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൻ നബവി, അതുപോലെ മസ്ജിദുൽ ഹറം. ഈ 3 പള്ളികളിൽ ആണ് 1 ലക്ഷത്തിന്റെയും 10 ലക്ഷത്തിന്റെയും ഒക്കെ കൂലി നിസ്കരിച്ചാൽ കിട്ടുക എന്ന് പറഞ്ഞു. ആ പ്രത്യേകത മറ്റുള്ള പള്ളികളിൽ ഇല്ല. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് നേർച്ചയാക്കിയിട്ട് പോകുന്നു അങ്ങനെ, അതല്ലാതെ പോകുന്നു അങ്ങനെ, ആ പ്രത്യേകത മാനിച്ചുകൊണ്ട് പോവാൻ പറ്റിയ സ്ഥലം ഈ 3 ഉള്ളൂ. അവിടേക്ക് വാഹനം കെട്ടി പോവേണ്ടുന്നൊരു ആവശ്യമുള്ളൂ. അല്ലാത്തയിടത്തേക്ക് നിങ്ങൾ ഒരുങ്ങി പോവേണ്ടതില്ല. നിങ്ങളുടെ നാട്ടിലുള്ള പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് നേർച്ചയുണ്ടെങ്കിൽ അത് വീടണമെങ്കിൽ നിങ്ങൾ ആ പള്ളി തന്നെ പോകേണ്ട. നിങ്ങൾക്ക് എവിടെ പോയാൽ മതി, നിങ്ങൾ യാത്ര ചെയ്യുന്ന വേറെ പള്ളി കയറിയാലും മതി. അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് ഇന്നത് ചെയ്യണമെന്ന് തീർച്ചയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു നിങ്ങൾക്ക് നിയത്തുണ്ടെങ്കിൽ മറ്റേ പള്ളിയിലും പോയിട്ട് ചെയ്യാം. അതിന് കാരണം എന്താണ്, ആ പള്ളിയിൽ ചെയ്തത് കൊണ്ട് കൂടുതൽ കൂലി ഇവിടെ ചെയ്തുകൊണ്ട് കൂലി കുറവ് എന്നില്ല. എല്ലാ പള്ളിയും സവാവുൻ ഒക്കെ ഒരേ ഗണത്തിലാണ്, ഈ 3 പള്ളി ഒഴികെ. അതാണ് ആ 3 പള്ളിയുടെ പ്രത്യേകത എടുത്തു പറഞ്ഞ ഹദീസാണ് അത് എന്നർത്ഥം. അതേ സമയത്ത് നമ്മൾ സിയാറത്തിന് പോകുന്ന സ്ഥലങ്ങളിൽ പള്ളി ഉണ്ടായിരിക്കാം. പള്ളിയെ ലക്ഷ്യം വെച്ചിട്ടല്ല അപ്പൊ അവിടെ പോണത്. അവിടെ ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ പോയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ വെച്ച നീയത്തും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള നേർച്ചയും അത് വിടാൻ നമ്മൾ അവിടെ പോകുന്നു. അത് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. വിഷയം മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇവിടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ റസൂൽ, ബുഖാരി, മുസ്ലിം, അതുപോലെ ഇബ്നു മാജ, തിർമിദി, ഇങ്ങനെയുള്ള സിഹാഹിന്റെ കിതാബുകളിലൊക്കെയും സ്ഥലം പിടിച്ചിട്ടുണ്ട്. കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹ, ഞാൻ നിങ്ങളെ ഖബർ സിയാറത്ത് വിലങ്ങിയിരുന്നു, ഇപ്പൊ നിങ്ങളത് ചെയ്തോളിൻ എന്നാണ് ആ ഹദീസ്. ബുഖാരി മുസ്ലിമുള്ളതാണ്. അതേ സമയത്ത് ആയിഷ ബീവി ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ വമാദ അഖൂലു എന്നാ ചോദിച്ചു. അപ്പൊ കൂലി നിങ്ങൾ പറഞ്ഞോളി, നീ പറഞ്ഞോ. അസ്സലാമു അലൈക്കും യാ അഹ്ല ദിയാരി അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അൽ മുസ്തഖദിമീന എന്ന് പറഞ്ഞ പ്രാർത്ഥന ആരോട് പറഞ്ഞു? ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് ഖൂലി അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ യർഹമുല്ലാഹുൽ മുസ്തഖദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതാണ് ആയിഷ ബീവിയുടെ ചോദ്യത്തിന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് ഉണ്ട്. മാത്രമല്ല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സമയം മർറ ബി ഇംറാത്തിൻ അലാ ഖബ്രിൻ തബ്കി അലാ സ്വബിയ്യിൻ ലഹ ഫഖാല ലഹ ഇത്തഖില്ലാ വസ്ബിരി, മുത്തഫഖുൻ അലൈഹിയാണ്. അതായത് റസൂലുള്ളാഹി അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ അരികില്, ഒരു കുട്ടിയുടെ ഖബറിന്റെ അരികിൽ ഒരു പെണ്ണ് കരയുന്നുണ്ട്.
അപ്പൊ ആ പെണ്ണിന്റെ കുട്ടിയാണ് മരണപ്പെട്ടതാണ്, ഖബറിൽ നിന്നുകൊണ്ട കാര്യമാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞെന്താണ്, ഇത്തക്കില്ല, അള്ളാഹ്ക്ക് ഭയപ്പെട്, നീ എന്താവ് ക്ഷമ കൈകൊള്ളു എന്ന് പറഞ്ഞു. അപ്പോ റസൂലുള്ള എന്ത് പറഞ്ഞില്ല, ഖബറാണിത്, ഇവിടുന്ന് പോകുന്ന പറഞ്ഞാൽ ആട്ടി ഓടിച്ചിട്ടൊന്നും ഇല്ല എന്നതും അവിടെ കിട്ടി. ആയിഷ ബീവിയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി അവിടെ കിട്ടി. അങ്ങനെയാണല്ലോ ഇപ്പൊ വസ്തുത ഉള്ളത്. ഇനി നമുക്ക് നോക്കാം, ഈ പറഞ്ഞ ഹദീസ് ഉണ്ട്. അതേ സമയത്ത് ഇബ്നു മാജയും തിർമിദി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന ഹദീസ് ഉള്ളത് ലാന സുവാറാത്തുൽ ഖുബൂരി എന്നാണ്. ഖബർ സിയാറത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ റസൂലുള്ള ശപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ ഹദീസുകളുടെ ഇടയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതായത് പെണ്ണുങ്ങള് അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കാണ്ട് സ്ത്രീകൾക്ക് സിയാറത്തിന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നതില് മുസ്ലിം ഹദീസിൽ വന്നത് ആയിഷാബിയുടെ ചോദ്യത്തിന് പിന്നെ പറയാനുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ പോകാൻ പറ്റുമെന്ന് കിട്ടി. ഇവിടെ സുവാറാത്തിനെ ലാനത്ത് ചെയ്യുന്ന പറയണത്. അപ്പൊ പിന്നെ അതിന് രണ്ടും കൂടി ചെയ്യലെങ്ങനെ, രണ്ടും കൂടി യോജിപ്പിക്കണല്ലോ. അതായത് പിന്നെ കരച്ചിലും പിടിക്കലും നെഞ്ചത്തടിക്കലും പോലുള്ള ഫിത്ന ഉണ്ടാക്കുന്നതാണെങ്കിൽ അവരെയാണ് ആക്ഷേപിച്ചത്. അതൊന്നും ഇല്ലാത്തവർക്ക് ആ ആക്ഷേപമില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് അതിനെ യോജിപ്പിക്കുക. അത് തന്നെയാണ് ആ പെണ്ണിനോട് പറഞ്ഞിട്ടുമുള്ളത്. അപ്പോ ഫിഖ്ഹില് മസല എന്ത് വന്നു, ഖബർ സിയാറത്ത് ചെയ്യല് റിജാലി പുരുഷന്മാർക്ക് സുന്നത്താണ്, പെണ്ണുങ്ങൾക്ക് കറാഹത്താണെന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് ഹറാമാണെന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് ഹലാലാണ് എന്നും ഉണ്ട്. രണ്ടുമുണ്ട്, മൂന്നുണ്ട്. അപ്പോ ഹറാമാണത് അവിടെ പോയി കരയാം, അതുപോലെ തന്നെ അട്ടഹസിക്കുക, വെപ്രാളം കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് ഹറാമാണ്. അതേ സമയത്ത് ഇതൊന്നും ഇല്ല എങ്കിൽ അവിടെ പോവലെന്താണ്, ഹലാല് ആണ്, ഹലാല് ആണ്, പോല് ഹലാലാണ്. പക്ഷെ പൊതുവായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് എന്താണ്, അത് കറാഹത്തുമാണ്. അവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അത് കറാഹത്തുമാണ്. എന്നാൽ ഈ പറഞ്ഞ മസ്അലയിൽ നിന്നും വളരെ വ്യക്തമാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതിന് കുഴപ്പം ഇല്ല. അത് അവിടെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ പറഞ്ഞു, വാഹിലു ഹാദിൽ അഖ്വാലി ഫി ഗൈരി സിയാറത്തി ഖബ്രി സയ്യിദുൽ മുർസലിൻ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുന്നിടത്തല്ല ഈ പറഞ്ഞതൊക്കെ. അവിടെ അമ്മ സിയാറത്തു ഫമിൻ അഅലമിൽ ഖുർബാത്തിന്റെ റിജാൽ വൽ നിസായി, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അവിടെ പോവാം. അപ്പൊ ഇതിനോട് ചേർത്തിയിട്ട് ഏതു ഖബറും എവിടെയും കൂടി പോവാം. ഖുബൂർ ബഖിയത്തുൽ അംബിയായി വസ്വാലിഹിൻ, അംബിയാക്കളുടെ ഖബർ പോവാ, സ്വാലിഹിങ്ങളുടെ അടുത്ത് പോവാ, ശുഹദാക്കളതൊക്കെ സിയാറത്ത് ചെയ്യാ എന്നുള്ളതും അവിടെ നിന്ന് കിട്ടി. ഇതൊക്കെ അസ്റാ ഇമാമും മറ്റുമൊക്കെയും ഇത് ഉറപ്പിച്ച് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ പിന്നെ അതിനോട് ചേർത്തിക്കൊണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ മരിച്ച പെണ്ണിന്റെ ഉമ്മ, വാപ്പ, സഹോദരി, സഹോദരന്മാര് മറ്റു കുടുംബക്കാരിലേക്കും പോവാം. എന്തുകൊണ്ട്, ഫഇന്നകും ഔലാ ബിസ്സുലത്തി മിനസ് സ്വാലിഹീൻ, അവരുടെ ബന്ധം കൊണ്ട് അവരും സ്വാലിഹീങ്ങളിൽ പെട്ടതാണല്ലോ. അപ്പൊ അവിടെയും പോവാന്ന് കിട്ടി. അപ്പൊ മൊത്തത്തില് പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കരച്ചിലും പിടിച്ചിലും ഒച്ചമുളിയും തിരക്കുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ ഹറാമ് അല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് വാപ്പ പിന്നെ ബന്ധപ്പെട്ടവരാണെങ്കിൽ അവിടെ പോകല ഹലാല്. അതേ സമയത്ത് മറ്റുള്ളവരൊക്കെ അന്യവരുടേതും ഒക്കെ കൂടി കൂടിയിട്ടുള്ള പൊതുസ്ഥലത്തേക്ക് പോകുന്നത് പെണ്ണിന് കറാഹത്ത്. എന്നാൽ അമ്പിയാക്കളുടേതും ഔലിയാക്കളുടേത്, ശുഹദാക്കളുടേത്, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോകുന്നതിൽ ഈ പറയപ്പെട്ട ഒന്നും ഇല്ല. അവിടെ നിരുപാധികം പോകാനും പറ്റും. ആർക്ക് പോകാൻ പറ്റും, പെണ്ണിന് പോകാൻ പറ്റും. ആണിന് എല്ലായിടത്തേക്കും നിരുപാധികം പോകാനും പറ്റും. എന്നാൽ പിന്നെ കാഫറിന്റെ ഖബറിടങ്ങളിലൊക്കെ പോകാൻ പറ്റില്ല, അതും ഹലാലാണ് എന്ന് കിതാബ് നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ഈ പിന്നെ മുഗനിയിലുണ്ട്, മഹല്ലിയുടെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ മനസ്സിലാക്കാനുള്ളത്, ഖബർ സിയാറത്ത് ആണുങ്ങൾക്ക് സുന്നത്താണ്, പെണ്ണുങ്ങൾക്ക് 3 കൊല്ലത്തിൽ വരും. ഹറാമായിട്ടും വരും, കറാഹത്തായിട്ടും വരും, ഹലാലായിട്ടും വരും. ആ 3 കൊല്ലത്തിന് പ്രവാചകന്റെ ഒഴിച്ച്. അപ്പൊ ഈ പറയപ്പെട്ട ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത്, അള്ളാഹുവിന്റെ റസൂല് ഖബർ സിയാറത്ത് ചെയ്യലിനെ നമ്മോട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിയല്ലോ. അപ്പൊ ഖബർ സിയാറത്തിനെ പ്രേരിപ്പിച്ചു എന്ന സത്യം ഇവിടെ നിലനിൽക്കുമ്പോ ഈ ലാ തുഷദ്ദു റിഹാല ഇല്ലാലി സലാസത്തി മസാജിദ എന്ന് പറഞ്ഞത് ഖബർ സിയാറത്തിനെ എതിർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ 3 പള്ളിയിലേക്ക് അല്ലാതെ എന്നാ പറഞ്ഞത്. അപ്പൊ ആ പള്ളിയിൽ മക്ബറ ഉണ്ടാവാതിരിക്കാം. ഏതാവട്ടെ പള്ളിയെ ഖാസാക്കിക്കൊണ്ട് പറഞ്ഞ ഒരു ഹദീസ്
സിയാറത്തിനെ വിലങ്ങാൻ ഓതാൻ പാടില്ല. കാരണം ഒരാളോട് പറഞ്ഞു നിങ്ങൾ പപ്പടം കഴിക്കരുതേ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പുളിങ്കറി അതും കഴിക്കരുത് എന്നതിന് അർത്ഥം വെക്കാൻ പാടില്ലല്ലോ. എന്നതുപോലെ ഈ ഹദീസിൽ നിന്ന് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഈ ഹദീസ് ഓതിക്കാണ്ട് ഒരു നിലക്കും പിന്നെ സിയാറത്തിന് പോകരുതേ എന്ന് പറയാൻ പറ്റൂല. ഇനി മനസ്സിലാക്കാം. ഇപ്പൊ ഈ പറയപ്പെട്ട രീതിയിൽ സിയാറത്ത് ജായിസാണ് നമുക്ക് ഹദീസിന്റെ വെളിച്ചത്തിലും ഫിഖഹിന്റെ വെളിച്ചത്തിലും മനസ്സിലായി. ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ പോകണം? ഈ പറഞ്ഞ ഹദീസിന്റെ പിന്നെ പിമ്പലമാണ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കുറച്ച് ദൂരത്താണെങ്കിൽ നടന്നു പോകണം. നടന്നു പോകണമെന്നാണോ അർത്ഥം വെക്കുന്നത്? അത് ബാലിഷമായ ഒരു അഭിപ്രായമല്ലേ? ആലോചിച്ച് നോക്കൂ. അതല്ലെങ്കിൽ ബസ്സിൽ പോകാൻ പാടില്ല എന്ന് അർത്ഥം വെക്കാണ്. അപ്പൊ പിന്നെ കാറിൽ പോകാമെന്നോ, അതല്ല ട്രെയിനിൽ പോകാമെന്നോ, ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും നമുക്കവിടെ വരൂലേ? അപ്പൊ മൊത്തത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ നമ്മളെ പരിധിയിലുള്ളതാണെങ്കിൽ നടന്നു പോവുക, അല്ലാത്തൊട്ടുക്കാണ് വാഹനം കയറി പോവുക. ഒരു കുഴപ്പമില്ല, സുന്നത്താണ്. നമുക്ക് ജിയാറത്ത് ചെയ്യണം. ജിയാറത്ത് ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. വളരെ വ്യക്തമായിട്ട് ഈ വിഷയം നമുക്ക് ബുഖാരി മുസ്ലിമിലുണ്ട്. മുസ്ലിം റിവായത്ത് ചെയ്തപ്പെട്ട പ്രധാനപ്പെട്ട ആയിഷ ബീവിന്റെ ചോദ്യത്തിനുള്ള ജവാബുണ്ട്. അതേ സമയത്ത് തുർമുദിയും ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റു ഹദീസുകളും ഉണ്ട്. അപ്പൊ ഈ ഹദീസുകളൊക്കെ നിലവിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പെണ്ണിനടക്കം പറ്റുന്ന ഒരു വിഷയമാണ് സിയാറത്തുൽ ഖുബൂർ. അപ്പൊ ആ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞതിനെ എതിർക്കപ്പെടാൻ വേണ്ടി ഉള്ള ഹദീസ് അല്ല ഏത്? ലാ തുസദ്ദു റിഹാല ഇല്ലാലി സലാസി മസാജിദ. കാരണം ഇങ്ങനെ രണ്ടും തനാഖുലായിട്ട് വളരെ ഘടകവിരുദ്ധമായ ആശയം വരുന്ന രീതിയിൽ ആര് പറയില്ല? സാദിഖു മസ്തൂഖായ റസൂലുള്ള പറയില്ല. പിന്നെ ആ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നറിയോ? ആ പള്ളികളിലേക്ക് വാഹനം കെട്ടി പോവുക എന്ന് പറഞ്ഞത് ഒരു നേർച്ച ആണ്, അതൊരു കുർബത്താണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു നേർച്ച നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഏത് പള്ളിയിലേക്കേ പോകാൻ പറ്റുള്ളൂ? ഈ 3 പള്ളിയിലേക്ക് നേർച്ചയായി കഴിഞ്ഞാൽ ആ 3 പള്ളിയിലേക്ക് പോലും നിർബന്ധമാണ്. അതല്ലാത്ത ലോകത്ത് ഏതെങ്കിലും പള്ളിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് പള്ളിയിലും കൊടുക്കാമെന്നാണ് മസല. അപ്പൊ ഇവിടേക്ക് നമ്മൾ അങ്ങനെ ഒരു കസ്ത് നെതറായിട്ട് വരുന്നു എങ്കിൽ അവിടേക്ക് നമുക്ക് വാഹനം കെട്ടി പോകുന്ന കാര്യം നമുക്ക് വേണ്ടിവരും. അങ്ങനെ ആവുമ്പോൾ അത് ചെയ്യാം എന്നതിലേക്കാണത്. അപ്പൊ മറ്റുള്ള സിയാറത്തിനെ വിലങ്ങാനുള്ളത് അല്ല എന്ന് മനസ്സിലാക്കണം. തിരിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനാണ് അവിടേക്കാണ് ആ ഹദീസ് പോകുന്നത്, അല്ലാതെ ഇതും കൂടി കൂട്ടിയിട്ടല്ല. കാരണം ഇതിന് വേറെ സെപ്പറേറ്റ് വേറെ ഹദീസുകൾ തന്നെ ഉണ്ട്. അപ്പൊ ഇതിനെ മുടക്കാൻ ഈ ഹദീസ് കൊണ്ടുവരണ്ട. കാരണം ഖബർ സിയാറത്ത് ചെയ്തോളും എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ചെയ്യരുത് എന്ന് പറയാന് പള്ളികളിലേക്ക് വാഹനം കെട്ടിപ്പോകരുത് എന്നുള്ള ഹദീസല്ല കൊണ്ടുവരേണ്ടത്. മനസ്സിലായല്ലോ? ഇനി മാത്രമല്ല, പള്ളിയിലേക്ക് വാഹനം കെട്ടിപ്പോകരുത് എന്ന് പറഞ്ഞത് നെതറോ മറ്റതോ ആണ്, നീർച്ചയോ മറ്റോ ആണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമ്മളെ മഹല്ലിൽ നമ്മുടെ നാട്ടിൽ പോയി നമ്മളിവിടെ തന്നെയാണെങ്കിൽ ഇപ്പൊ സൗദിയിലാണ്, അല്ലെങ്കിൽ ഒമാനിലാണ്, അല്ലെങ്കിൽ UAE-യിലാണ്. നമ്മളെ ജുമാക്ക് പോണ പള്ളി കുറച്ച് ദൂരമാണ്. നമ്മൾ കൊടുക്കുന്ന നടേണ്ടത് ഈ ചൂടത്ത് നടന്നു പോകണമെന്നോ AC ഉള്ള കാരണമായി പോയിക്കൂടെ? അപ്പൊ അതിലും പോകാൻ പാടില്ല എന്ന് അർത്ഥം വെക്കണ്ടേ? ആലോചിച്ച് നോക്കണം, ശ്രദ്ധിക്കണം. 3 പള്ളിയിലേക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പള്ളിക്കൊപ്പം വാഹനത്തിൽ പോകാൻ പാടില്ല എന്ന് അർത്ഥം വെക്കേണ്ട വരില്ലേ? ആ അർത്ഥത്തിനുണ്ടോ? അങ്ങനെയാണോ റസൂലുള്ള പറഞ്ഞത്? അല്ല. അതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഹദീസിന്റെ പല ഹദീസുകളും വരുമ്പോൾ ആ പല ഹദീസുകളും ജമ്മു ചെയ്യുകയും അതിന്റെ ഉള്ളിൽ വരുന്ന ആശയത്തെ മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ ഹദീസിന്റെ ഇസ്തുലാഹപരമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന്റെ താരീഖ് മനസ്സിലാക്കിയിട്ട് 2 ഹദീസുകൾ തമ്മിൽ ജമ്മു ചെയ്യുന്നതിനെ മനസ്സിലാക്കിയിട്ട് ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. അതാണ്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞത് ഈ ഭാഗത്തേക്കാണെന്നും ഇത് ഇങ്ങോട്ടാണെന്നും വളരെ വ്യക്തമാണ് എന്ന് ചുരുങ്ങിയ വാക്കുകൾ ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു സംശയങ്ങൾ വരുമ്പോൾ അതിന് ജവാബിലേക്ക്